കഴിഞ്ഞ ദിവസം കോടതിയിൽ കേന്ദ്രം ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് അനധികൃതമായി റോഹിംഗ്യ കുടിയേറ്റക്കാർ താമസിക്കുന്നു, അവർക്ക് മൗലിക അവകാശമുണ്ട് ഇവിടെ തങ്ങുവാനായിട്ട്. അങ്ങനെ ഒരു ഹർജി കോടതിയിൽ വന്നിരുന്നു. ഇതിനെക്കുറിച്ച് കോടതി കേന്ദ്ര സർക്കാരിനോടൊരു വിശദീകരണം ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ ക്ലിയറായി തന്നെ പറയുന്നു, ഇന്ത്യയിൽ താമസിക്കുന്ന സ്ഥിരതാമസമാക്കാനും മൗലികപരമായി യാതൊരു അവകാശവും റോഹിംഗ്യകൾക്കില്ല എന്ന് കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി. ഒപ്പം തന്നെ പാർലമെൻറ്റിൻ്റെയും എടുത്തു പറയുന്നൊരു കാര്യം, ശ്രദ്ധേയമായ കാര്യം, പാർലമെൻറ്റിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും നിയമനിർമ്മാണ മേഖലകളിലും ജുഡീഷ്യറി അധികം കടന്നു കയറേണ്ട. കാരണം കോടതി പറഞ്ഞത് അവർക്ക് അഭയാർത്ഥി പദവി നൽകുന്നതിനെക്കുറിച്ചുള്ള ഒരു ഹർജിയായിരുന്നു. ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു വിദേശത്ത് നമ്മുടെ രാജ്യത്ത് തങ്ങാൻ കഴിയും, പക്ഷേ സ്ഥിരതാമസമാക്കാൻ കഴിയില്ല. സ്ഥിരതാമസമാക്കണമെങ്കിൽ അയാൾ ഇന്ത്യൻ പൗരനായിരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ തന്നെ പല വിധികളും ഉണ്ട് എന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. റോഹിംഗ്യകൾക്ക് വേണ്ടി ഈ ബംഗാളിലും മറ്റും UNHRC എന്ന് പറയുന്ന ഒരു കാർഡ്, ഒരു അഭയാർത്ഥി കാർഡ് ഉണ്ടായിരുന്നു. ഈ കാർഡ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവർ ആസാമിലും ബംഗാളിലും കടന്നു കയറി അവിടുത്തെ ജനസംഖ്യ അനുപാതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഭൂപ്രകൃതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. സുരക്ഷാ കാര്യങ്ങളിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിലാണ് റോഹിംഗ്യകൾ കുടിയേറിയിരിക്കുന്നത്. ഇവരെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവർ കുടിയേറ്റക്കാരാണ്, അനധികൃതമായി എത്തിയവരാണ്. ഇവരെ പുറത്താക്കുക തന്നെ ചെയ്യും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കടന്നു കയറി ഇവരുടെ മൗലികാവകാശവും കുന്തവും കുടച്ചക്രവും പറഞ്ഞ് വരണ്ട എന്ന് കൃത്യമായി തന്നെ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പറയുന്നു, ഇത്തരം കാർഡുകളും കാര്യങ്ങളും ഒന്നും അംഗീകരിക്കില്ല. കാരണം ഈ രാജ്യത്തുള്ള പൗരന്മാർ മാത്രമാണ് ഇന്ത്യൻ പൗരന്മാർ, അല്ലാതെ ഇവിടെ കടന്നു കയറിയവർക്ക് യാതൊരുവിധ മൗലികാവകാശമോ കാര്യങ്ങളോ ഇല്ല. അവർ പോകേണ്ടവർ തന്നെയാണെന്ന് കൃത്യമായി തന്നെ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.